സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് അതിൻ്റെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായ ശ്രീ MM ഹസൻ അവറുകളെയും, അഭിജിത്ത് ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കോട്ടുകാൽ കൃഷ്ണകുമാർ അവറുകളെയും, ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ഞങ്ങളുടെ കമ്മിറ്റി അംഗം ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണയും വളരെ സ്നേഹത്തോടുകൂടിയും ആദരവോടുകൂടിയും ക്ഷണിക്കുന്നു. ഞങ്ങളുടെ വനിതാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി സതി തമ്പിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. വയലാർ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് 50 വർഷം തികയുന്ന ഈ 2025 വയലാർ സാംസ്കാരിക വേദി കഴിഞ്ഞ ഒരു വർഷമായിട്ട് 50 വിവിധ പരിപാടികൾ നടത്തി വരികയായിരുന്നു. അതിനോടനുബന്ധിച്ച് അതിൻ്റെ സമാപനത്തോളം അടുപ്പിച്ചാണ് ഈ കഴിഞ്ഞ 18-ാം തീയതി മുതൽ 27-ാം തീയതി വരെ 10 ദിവസത്തെ ദശദിന സാംസ്കാരിക ഉത്സവം ഇവിടെ സംഘടിപ്പിച്ചത്. ഇന്നും ഇത് കഴിഞ്ഞിട്ട് ചലച്ചിത്ര ഗായകൻ സുദീപിൻ്റെ മനോഹരമായ ഗാനമേള ഇവിടെ ഉണ്ടാകും. വ്യത്യസ്തമായ പല പരിപാടികൾക്കും തിരുവനന്തപുരം നഗരിയിൽ വയലാർ സാംസ്കാരിക വേദിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ആ ചരിത്രത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കൃത്യം 25 മിനിറ്റ് കൊണ്ട് ഈ ചടങ്ങ് സാംസ്കാരിക സമ്മേളനം അവസാനിപ്പിച്ച് അടുത്ത ചടങ്ങിലോട്ട് നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോകും. ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് ഞങ്ങളുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന വയലാർ സാംസ്കാരിക വേദിയുടെ ബഹുമാന്യായ പ്രസിഡന്റ് ഡോക്ടർ G രാജ്മോഹൻ സാറിനാണ്. സാറിനെ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വയലാർ സാംസ്കാരിക വേദിയുടെ ഒരു സഹയാത്രികൻ എന്ന് പറയാവുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനാണ് MM ഹസൻ സാർ. സാറ് ഞങ്ങളുടെ പരിപാടിയിൽ സാധിക്കുന്നിടത്തോളം സാറ് ഞങ്ങളുടെ പരിപാടിയിലെല്ലാം പങ്കെടുക്കാറുണ്ട്. ബഹുമാന്യായ ഹസൻ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് അഭിജിത്ത് ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ MD-യുടെയായ കോട്ടുകാൽ കൃഷ്ണകുമാർ. അദ്ദേഹവും നേരത്തെ പറഞ്ഞതുപോലെ വയലാർ സാംസ്കാരിക വേദിയുടെ ഒരു സഹയാത്രികനാണ്. ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന പ്രിയപ്പെട്ട കോട്ടുകാൽ കൃഷ്ണകുമാർ അവരുകളെയും വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നൃത്തസന്ധ്യ നയിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ബിന്ദു ലക്ഷ്മി പ്രദീപാണ്. ശ്രീ നമ്മുടെ അശ്വമേധം പ്രദീപിൻ്റെ ഭാര്യ കൂടെയാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന ഒരു നർത്തക അധ്യാപകയും ഞങ്ങളുടെയൊക്കെ പല കലോത്സവങ്ങളുടെയും ജഡ്ജും കൂടെയാണ്. പ്രിയങ്കരിയായ നമ്മുടെ ലക്ഷ്മി പ്രദീപിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വനിതാ സമിതിയുടെ പ്രസിഡന്റ് ശ്രീമതി സതി തമ്പിയുണ്ട്. സതി തമ്പിയെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കമ്മിറ്റിയുടെ അംഗമാണ്, കമ്മിറ്റി സെക്രട്ടറിയിൽ ആണ് ജയശ്രീ ഗോപാലകൃഷ്ണൻ. ചേച്ചിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തിരുവനന്തപുരത്തെ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞ വ്യക്തിത്വമാണ് ജയശ്രീ ഗോപാലകൃഷ്ണൻ ചേച്ചിയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആശംസ അർപ്പിക്കേണ്ട ഞങ്ങളുടെ വയലാർ സിംഗേഴ്സിൻ്റെ പ്രസിഡൻ്റായ രഞ്ജിനി ഉണ്ട്. രഞ്ജിനി കയറിയിട്ടില്ല. രഞ്ജിനിക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഏറെ സമാദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട രാജ്മോഹൻ സാർ, എൻ്റെ പ്രിയ സഹോദരൻ മുൻ മന്ത്രി, മുൻ KPCC പ്രസിഡന്റ്, UDF-ൻ്റെ മുൻ കൺവീനർ ശ്രീ MM ഹസൻ അവരുകളെ, വേദിയിലിരിക്കുന്ന നർത്തകി, ഈ എൻ്റെ 2 സഹോദരിമാർ, പ്രിയപ്പെട്ട രാമചന്ദ്രൻ, പ്രിയ സഹോദരങ്ങളെ, ഞാൻ വാസ്തവത്തിൽ ഇന്ന് ഗാനമേള കേൾക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഉദ്ഘാടന ദിവസം ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തയാളാണ്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ താഴെ ഞങ്ങളിരിക്കുന്ന സമയത്ത് ഹസൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോവുക. എത്രയോ വർഷത്തെ പൊതുരംഗത്തെ പരിചയമുള്ള, എത്രയോ ബൃഹത് പരിപാടികൾ നടപ്പിലാക്കിയിട്ടുള്ള ഈ തിരുവനന്തപുരത്ത് തന്നെ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഹസൻ ചേട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാനത് ഇപ്പോൾ പറയാതെ, എന്നെ സംസാരിക്കാൻ വിളിച്ച സ്ഥിതിക്ക് ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. ഒരു ദിവസത്തെ പരിപാടി നടത്താൻ നമ്മൾ കിടന്ന് നെട്ടോട്ടം ഓടുന്ന സമയത്താണ്
മണക്കാട് രാമചന്ദ്രൻ ഇതുപോലുള്ള 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വളരെ ആഘോഷപൂർവ്വം നടത്തുന്നത് എന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞു. ചേട്ടൻ എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാമചന്ദ്രൻ വിളിക്കുന്ന ഏത് പരിപാടിക്കും ഞാൻ സംബന്ധിക്കാറുണ്ട്, എത്ര തിരക്കുണ്ടെങ്കിലും. വാസ്തവത്തിൽ ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്നിവിടെ നടക്കുന്ന സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, ഒരു സത്യമാണ് പ്രിയപ്പെട്ട ഹസൻ ചേട്ടൻ പറഞ്ഞത് എന്ന് ഞാൻ കൂടി അതിനെ ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് അഭിജിത്ത് ഫൗണ്ടേഷൻ്റെ തിരുവനന്തപുരത്ത് ഒരു ഫ്രീ കൗൺസിലിംഗ് സെൻറ്റർ ആരംഭിക്കുന്ന ചടങ്ങ് 2:30 മണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. ആ ചടങ്ങിലും രാമചന്ദ്രൻ എത്തിയിരുന്നു. എന്നാൽ രാവിലെ മുതൽ ഇവിടെ നടന്ന നൃത്തത്തിൻ്റെയും ഗാനമേളയുടെയും ഇവിടെ നടന്ന ഗ്രൂപ്പ് സോങ്ങിൻ്റെയും ഒക്കെ റിഹേഴ്സലിനും രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. ഈ രാമചന്ദ്രൻ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിലകക്കുറിയായി മാറിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്ന് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട്, രാമചന്ദ്രന് ഈ യാത്ര ധീരമായി നല്ല ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശ്വരൻ എല്ലാ ശക്തിയും നൽകട്ടെ എന്ന് അകന്നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. അടുത്തതായിട്ട് ഇന്നത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുൻ മന്ത്രിയും മുൻ KPCC പ്രസിഡന്റ് കൂടിയായ ശ്രീ MM ഹസൻ അവറുകളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വയലാർ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ശ്രീ രാജ്മോഹനൻ, സെക്രട്ടറി എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മണക്കാട് രാമചന്ദ്രൻ, ശ്രീ കോട്ടുകാൽ കൃഷ്ണകുമാർ, ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീമതി സതി തമ്പി, ഇന്നിവിടെ നൃത്താവിഷ്കാരം നടത്തുന്ന ശ്രീമതി ബിന്ദു ലക്ഷ്മി പ്രദീപ്, പ്രിയമുള്ള സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വയലാർ രാമവർമ്മ അദ്ദേഹം മരിച്ചിട്ട് 50 വർഷം കഴിയുകയാണ്. പക്ഷേ വയലാറിന് മരണമില്ല. ഇന്നും വയലാർ ജീവിക്കുന്നു. കവി എന്ന നിലയിൽ ഏറ്റവും നല്ല മനോഹരമായ ഗാനങ്ങൾക്ക് ജന്മം നൽകിയ വയലാറിന് യാഥാർത്ഥത്തിൽ മരണമില്ല. ഇവിടെ ഞാൻ വന്നപ്പോൾ നമ്മുടെ സഹോദരിമാർ വയലാറിൻ്റെ ഗാനങ്ങളാണ് ഇവിടെ ആരംഭിച്ചത്. കവി എന്ന നിലയിൽ വയലാറിനെ വിലയിരുത്താൻ ഞാൻ ആളല്ല. കാരണം അദ്ദേഹം കവിതാരചനയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ കേരളത്തിലെ മഹാകവികളിൽ ഏറ്റവും മഹാനായ ഒരാളായി മാറുമായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് മലയാള കാവ്യ രംഗത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കവിതകളാണ്. പക്ഷെ വയലാറിനെ ഏറ്റവും ജനപ്രിയകരനായി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങൾ അത് കവിത തുളുമ്പുന്ന ഗാനങ്ങളാണ്. സിനിമയിൽ പണ്ടൊക്കെ പിന്നണി ഗായകർ പാടുന്ന പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. യേശുദാസിനൊക്കെ മുമ്പ്, വയലാറിനെ പോലുള്ള ആളുകൾ പാട്ടെഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഒരു തമിഴ് ആവിഷ്കാരത്തോടു കൂടിയുള്ള മലയാളം പാട്ടുകളായി. വയലാർ മലയാള സിനിമ രംഗത്തേക്ക് കടന്നു വന്നതോടുകൂടി ഒരു വലിയ കവികളുടെ ഒരു വലിയ പരമ്പര തന്നെ വയലാറിൻ്റെ ആഗമനത്തോടുകൂടി മലയാള പിന്നണി, മലയാള സിനിമയ്ക്ക് ഗാനങ്ങൾ എഴുതിക്കൊണ്ട് കടന്നു വരികയുണ്ടായി. മലയാള സാഹിത്യത്തിൽ അരുണോദയത്തിലെ കവികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കവി പരമ്പരയുണ്ട്. അത് P. ഭാസ്കരൻ, വയലാർ രാമവർമ്മ, ONV കുറുപ്പ്, ഇങ്ങനെയുള്ള ഒരു പുതിയ സൂര്യോദയം, അരുണോദയം സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തും ഉണ്ടാക്കാൻ വേണ്ടി അവർ കവിതകളും ഗാനങ്ങളും എഴുതിയവരാണ്.
ആ അരുണോദയത്തിലെ കവികളിൽ പ്രധാനിയാണ് വയലാർ രാമവർമ്മ. ഇന്ന് അദ്ദേഹം ഈ 50 കൊല്ലക്കാലം അദ്ദേഹം മരിച്ചിട്ടും വയലാർ മരിക്കാത്തതിന് കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഗാനങ്ങളാണ്. ഇന്നും ഞാൻ വയലാറിൻ്റെ ഒരു ആരാധകനാണ്. 1975 ആ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അത് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നത് കാരണം വയലാറിനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. സാംസ്കാരിക സമ്മേളനങ്ങളിൽ വിളിച്ചുകൊണ്ട് വരാറുണ്ടായിരുന്നു. ഞാൻ ചേർത്തലയിൽ പോയി അദ്ദേഹത്തിന് അന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച ആളാണ്. അദ്ദേഹത്തോടുള്ള ആരാധനയാണ്. ഈ കഴിഞ്ഞ 50 വർഷക്കാലവും വയലാറിൻ്റെ ഗാനങ്ങൾ കേൾക്കാത്ത ഒരു ദിവസവും എന്നെ സംബന്ധിച്ചില്ല. യാത്രയിൽ അല്ലെങ്കിൽ വീട്ടിൽ ആ പഴയ ഗാനങ്ങൾ വയലാറിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇപ്പോഴും മൂളിപ്പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്ക് പാടാൻ കഴിയുന്ന വയലാറിൻ്റെ വരികളാണ്. ഞാൻ വയലാർ അവാർഡിൻ്റെ ഒരു സമ്മേളനത്തിൽ വയലാറിൻ്റെ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും ചോദിച്ചു, നിങ്ങൾ വയലാറിൻ്റെ എല്ലാ പാട്ടുകളും ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടോ? ഒരു കാലത്ത് ഹൃദയസ്ഥമായിരുന്നു. പ്രായം ചെല്ലുന്തോറും മറവി വരുമല്ലോ. പക്ഷെ ഇപ്പോഴും മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച ഒരു കവി, പ്രകൃതിയെ തൻ്റെ ജീവനോളം ചേർത്ത് വെച്ച ഒരു ഗായകൻ, ഒരു കവി ഈ മലയാളത്തിൽ വേറെ ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പാട്ടാണല്ലോ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, അല്ലേ? ഇന്ദ്രധനുസിൽ തൂവൽ കൊഴിയും തീരം. ഈ എനിക്ക് പാടാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഈ മനോഹര തീരത്ത് തരുമോ ഒരു ജന്മം കൂടി. അദ്ദേഹത്തിന് എത്ര ജന്മവും ഈ മനോഹര തീരത്ത് ജീവിക്കാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ നമ്മെ അദ്ദേഹത്തിൽ നിന്ന് വിധി അപഹരിച്ചപ്പോൾ ഈ ഗാനം മുഴങ്ങി നിൽക്കുകയും വയലാറിൻ്റെ ഓരോ ഗാനവും ഓരോന്നോരോന്നായി നോക്കിയാൽ എത്ര മനോഹരങ്ങളായ ഗാനങ്ങളാണ്. അതിൽ ചിലതാണ് ഇവിടെ പാടിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഈ ചാനലുകളിലൊക്കെ ഞങ്ങൾ MLA-മാരും മന്ത്രിമാരെയൊക്കെ ഈ ഗാനങ്ങൾ അവതരിപ്പിക്കാൻ വിളിക്കും. പണ്ട് MG ശ്രീകുമാർ എന്നെ ഗാനങ്ങൾ അവതരിപ്പിക്കാൻ വിളിച്ചു. നമ്മൾ പറയുന്ന ഗാനങ്ങൾ അവർ അവിടെ അതിൻ്റെ റെക്കോർഡിടും അല്ലെങ്കിൽ പാടും. വയലാറിൻ്റെ പ്രധാനപ്പെട്ട ഗാനങ്ങളിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനം പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എപ്പോഴും ഞാൻ എൻ്റെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന വരികൾ സന്യാസിനി എന്നുള്ള പാട്ട്. സന്യാസിനി നിൻ്റെ പുണ്യാശ്രമത്തിൽ സന്ധ്യാപുഷ്പവുമായി ഞാൻ വന്നു, അല്ലേ? ആരും ഇവിടെ ഗായകരായ സഹോദരിമാരി ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ നിന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ ശരത്ചന്ദ്രനോട് ചോദിച്ചു ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലം. അത് എഴുതിയിട്ടുണ്ട്. വയലാർ ആദ്യം വിവാഹം കഴിച്ചു, അതിൽ മക്കളുണ്ടായില്ല. അവരുടെ സഹോദരിയാണ് രണ്ടാമത് കല്യാണം കഴിച്ചത്. അപ്പോൾ ആ ഭാര്യയുടെ മുമ്പിൽ നിന്ന് പാടുന്ന പാട്ടാണ്. എത്ര അർത്ഥം! ആ പശ്ചാത്തലം കേൾക്കുമ്പോൾ നമുക്കറിയാം, സന്യാസിനി നിന്റെ പുണ്യാശ്രമത്തിൽ, അല്ലേ? അത് ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ. അതിൻ്റെയൊക്കെ അർത്ഥം എത്ര വലുതാണ്. അന്യനെ പോലെ ഞാൻ നിന്നു. ആ ഗാനം കേൾക്കുമ്പോൾ, ആ പശ്ചാത്തലം കൂടി അറിയുമ്പോൾ ആ ഭാവന എത്ര മനോഹരമായിട്ടുള്ള ഭാവനയാണ്. അതിലെ കവിത, അതിലെ ഈണം, അതിലെ താളം, ഇതൊക്കെ വാസ്തവത്തിൽ വയലാറിനെ ഗാനങ്ങളെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റിയ ഗാനം. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നു, ഞങ്ങളെ ഒരു നേതാവാണ് PT തോമസ്. അദ്ദേഹം രോഗം വന്ന് മരിച്ചു. അദ്ദേഹം എഴുതി വച്ചു, എൻ്റെ വിലാപയാത്രയിൽ അദ്ദേഹം വിശ്വാസം കൊണ്ട് ജനിച്ചത് ക്രിസ്തുമതത്തിലാണ്, വിവാഹം ചെയ്തത് ഒരു ഹിന്ദു നേതാവിന്. അവരിപ്പോൾ MLA ആണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മതപരമായ ചടങ്ങുകളൊന്നും എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ട, പക്ഷെ ഒന്ന് വേണം, എൻ്റെ വിലാപയാത്രയിൽ ഈ ഗാനം ആലപിച്ചുകൊണ്ട് വേണം പോകാൻ. ഇത് വയലാറിൻ്റെ ഈ മനോഹര തീരത്ത് തരുമോ, ആ പാട്ട് പാടിയാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയുമായി അദ്ദേഹത്തിന് ഞാനും ഉണ്ടായിരുന്നു. ഇരുവശത്തും കൂടിയ സ്ത്രീകളും ആളുകളുമൊക്കെ കണ്ണുനീർ വാർത്തുകൊണ്ടാണ് ഈ
PT തോമസിൻ്റെ വിലാപയാത്രയിൽ അവർ ആ ഗാനം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ഗാനങ്ങൾ ഞാനിപ്പോൾ ഈ സ്വരം വെച്ചുകൊണ്ട് പാടിയാലും പറഞ്ഞാലും അരോചകമാവും എന്നുള്ളത് കൊണ്ട് ഇത്ര മനോഹരമായ ഗാനങ്ങൾ എഴുതി മലയാളത്തിൻ്റെ ഒരു സാംസ്കാരിക ഒരു നായകൻ എന്ന നിലയിൽ നമ്മുടെ സാംസ്കാരികമായി നമ്മുടെ ജനതയെ ഉത്തേജിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. ഇന്നിപ്പോൾ ഒരു കവികൾ പലപ്പോഴും ക്രാന്തദർശിത്വമുള്ളവരാണ്. അവർ ചിലപ്പോൾ പ്രവാചകന്മാരെ പോലെ എഴുതും, പാടും. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ഇപ്പോഴും പാടുന്നുണ്ട് ആളുകൾ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചുകൊണ്ടിരിക്കുകയല്ലേ. മതങ്ങളും മനുഷ്യരും കൂടി പങ്കുവയ്ക്കുക മാത്രമല്ല, തമ്മിലടിക്കുന്നു, ചോര ചിന്തുന്നു, പരസ്പരം വെട്ടിക്കുത്തി മരിക്കുന്നു മതത്തിൻ്റെ പേരിൽ. അത് കേരളത്തിൽ മാത്രമാണോ? ലോകമൊട്ടുക്ക് വർഗീയതയും വംശീയതയും ആളിക്കത്തുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ? വയലാർ പ്രവചിച്ച ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിന് ഇന്നും നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വലിയ സാംസ്കാരിക പ്രബുദ്ധതയുള്ളവരാണെന്ന് പറയും. എന്താണ് ഈ സംസ്കാരം? എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെയും ഭിന്നതകളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്, ആർഷഭാരത സംസ്കാരം, വൈവിധ്യങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം, എല്ലാ ഭിന്നതകളെയും ഉൾക്കൊള്ളുന്ന സംസ്കാരം, എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന സംസ്കാരം. അങ്ങനെയുള്ള ഒരു ആർഷഭാരത സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുണ്ടായപ്പോൾ ആ ഭരണഘടനയിൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കാൻ കാരണം വസുദൈവ കുടുംബകം. അതാണ് ആർഷഭാരത സംസ്കാരത്തിൻ്റെ ആപ്തവാക്യം. ഈ ലോകം മുഴുവൻ നമ്മൾ ഒരു കുടുംബമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രതിജ്ഞ എടുക്കും, ഞങ്ങളെല്ലാവരും സഹോദരന്മാരാണ് അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ആകെ കൂടി ഒരു ദൈവമല്ലേ ഉള്ളൂ? വയലാറിൻ്റെ അമ്മയായിരുന്നു ദൈവം. അമ്മയെ അവിടുത്തെ മുമ്പിൽ ഞാനാര് ദൈവമാര് എന്ന് വയലാർ എഴുതിയ കാലം അമ്മയുമായിട്ടുള്ള ആ രക്തബന്ധത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അമ്മയെ, സ്വന്തം അമ്മയെ, മാതാവിനെ ദൈവതുല്യമായി കണ്ട ഒരു കവി. ഇത് നമ്മുടെ മാതൃരാജ്യത്തെ നമ്മൾ വാസ്തവത്തിൽ നമുക്ക് മാതൃരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സർവസ്വമാണ്. നമുക്ക് നമ്മുടെ പെറ്റമ്മ, പോറ്റമ്മ എല്ലാം നമ്മുടെ മാതൃരാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് ലോകത്തൊരിടത്തുമില്ലാത്തൊരു പ്രത്യേകതയാണ് എല്ലാ വൈവിധ്യങ്ങളെയും, എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ വിശ്വാസങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രം. ലോകത്തെവിടെയെങ്കിലും പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുമോ? എല്ലാ ജാതിയും മതവും തുല്യമായ അവകാശം കൊടുക്കുന്ന, എല്ലാ സംസ്കാരങ്ങളും ഒരുപോലെ ഉത്തേജിപ്പിക്കുന്ന ഒരു രാജ്യം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ. അതിന് കാരണം അതാണ്. ആ സംസ്കാരം, ഭാരത സംസ്കാരത്തിൻ്റെ സന്ദേശവാഹകരാണ് വയലാറിനെ പോലുള്ള കവികൾ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകൻ. വയലാറിനെ കുറിച്ച് എത്ര വേണമെങ്കിലും പറയാം. ഞാൻ നിങ്ങളുടെ സമയം അപഹരിക്കുന്നില്ല. കാരണം വയലാർ ഇനിയും എനിക്ക് തോന്നുന്നു വയലാറിൻ്റെ ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഗാനമേളയുണ്ട്, ഇവിടെ നൃത്ത പരിപാടിയുണ്ട്. അത് ആസ്വദിക്കാനാണ് നിങ്ങളിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 50 വർഷക്കാലം കഴിഞ്ഞിട്ടും ഈ തലസ്ഥാന നഗരിയിൽ വയലാർ, ജനമനസ്സുകളിലുള്ള വയലാറിനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മണക്കാട് രാമചന്ദ്രൻ്റെ ഈ വയലാർ സാംസ്കാരിക വേദിയാണ്. വയലാർ സാംസ്കാരിക വേദിക്ക് പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ അണിയറയിൽ നിൽക്കുന്ന വയലാർ സാംസ്കാരിക വേദിയുടെ യഥാർത്ഥ ഒരു ശില്പി രാമചന്ദ്രനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ കോട്ടുകാൽ കൃഷ്ണകുമാറിനോട് പറഞ്ഞത്. കഴിഞ്ഞ 19 വർഷമായി, എനിക്ക് 19 അല്ല 10-25 വർഷമായി പരിചയമുള്ള ആളാണ്. പക്ഷേ രാമചന്ദ്രൻ ഇത്ര ഒരു പരിപാടിയുമായി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, രാമചന്ദ്ര എന്താണ് ഇങ്ങനെ ഒരു പുതിയ പുറപ്പാട്? അദ്ദേഹം പറഞ്ഞു, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കണം. സാംസ്കാരിക നായകന്മാരുണ്ട്,
സാഹിത്യകാരന്മാരുണ്ട്. പക്ഷേ സാംസ്കാരിക പ്രവർത്തകന്മാർ നമുക്ക് എത്ര പേരുണ്ട്? അവർക്ക് മാത്രമല്ലേ ഇതെല്ലാം സംഘടിപ്പിക്കാൻ കഴിയും. അല്ലാതെ സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും പ്രസംഗിക്കുകയല്ലേ ഉള്ളൂ. സാംസ്കാരിക പ്രവർത്തകരായി, അതും വയലാറിൻ്റെ പേരിൽ അദ്ദേഹം ഒരു സാംസ്കാരിക വേദി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതിലൂടെ ഈ തലസ്ഥാന നഗരിയിൽ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ശ്രീ രാമചന്ദ്രനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. വയലാറിൻ്റെ ഈ 50ാം ചരമവാർഷികത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവാണ്. മാത്രമല്ല അതിനുവേണ്ടിയുള്ള അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഇത്തരം സാംസ്കാരിക പ്രവർത്തകരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അർഹമായ അംഗീകാരം കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പരിപാടികളൊന്നും നടക്കില്ല. നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങൾ കേൾക്കുകയല്ലാതെ അതിനെക്കുറിച്ചുള്ള ആസ്വാദനം, അതിനെക്കുറിച്ച് പുതിയ തലമുറ അത് ആരംഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആസ്വാദനം, ഇതിനൊക്കെ അവസരമുണ്ടാക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. ശ്രീ രാമചന്ദ്രൻ ഇനിയും വയലാർ സാംസ്കാരിക വേദിയുടെ പേരിൽ തലസ്ഥാന നഗരിയിൽ സാംസ്കാരിക സന്ധ്യകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും, വയലാറിൻ്റെ ആരാധകർക്കും വയലാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു വേദിയായി ഇതിനെ വളർത്തിക്കൊണ്ടുവന്നു. അത് ആ രീതിയിൽ സാംസ്കാരിക പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി ഇത് മുന്നോട്ട് പോകട്ടെ. അതിലെല്ലാ ആശംസകളും നേരുന്നു. വയലാറിൻ്റെ ആ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും ഉയർന്നു വരികയാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സാംസ്കാരിക ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ജയ്. വിശിഷ്ടാതിഥികൾ അവരുടെ ആശംസ അറിയിക്കാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞാൽ നൃത്തസന്ധ്യയുണ്ട്. അത് കഴിഞ്ഞാൽ മലയാളത്തിലെ പ്രിയങ്കരനായ ചലച്ചിത്ര ഗായകൻ, പിന്നണി ഗായകനായ സുദീപ് നയിക്കുന്ന അതിമനോഹരമായ ഗാനമേളയുണ്ട്. ശ്രീ സരിത ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ മിടുക്കരായ പ്രൊഫഷണൽ ഗായകരുടെ അതിമനോഹരമായ ഗാനസന്ധ്യയുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു ആദരവാണ്. നമ്മളെ 3 പേരെ ആദരിക്കുകയാണ്. ഇന്ന് ഗാനമേള നയിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ സുദീപിനെ എം ഹസൻ സാർ ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം നൽകി ആദരിക്കുന്നു. സമം എന്ന സിംഗേഴ്സ് ഓഫ് മലയാളം സിംഗേഴ്സിൻ്റെ അതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് സുദീപ്. അടുത്തതായിട്ട് പ്രിയങ്കരിയായ ചലച്ചിത്ര പിന്നണി ഗായിക സരിത രാജീവിനെ ഞങ്ങളുടെ സ്നേഹം അറിയിച്ചുകൊണ്ടുള്ളൊരു ചെറിയ ആദരവ് നൽകുന്നു. അടുത്തതായി ഇന്നത്തെ നൃത്തസദ്യയുടെ ആവിഷ്കാരണം നടത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ബിന്ദു ലക്ഷ്മി ടീച്ചറിന് ഞങ്ങളുടെ ഒരു സ്നേഹ ആദരവ് നൽകുന്നു. ബഹുമാന്യനായ ഉദ്ഘാടകൻ ശ്രീ എം ഹസൻ സാറിനെ ഞങ്ങളുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ഡോക്ടർ രാജ്മോഹൻ സാർ പൊന്നാട അണിയിച്ച് ഞങ്ങളുടെ ഒരു സ്നേഹം അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ വയലാർ സിംഗേഴ്സ് ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് ഗായികയും കൂടിയായ ശ്രീമതി രഞ്ജിനി സുധീറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, ഇന്ന് ഈ സാംസ്കാരികോത്സവം ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.